ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി എല്ലില്ലാത്ത 1/2 കിലോ ചിക്കൻ എടുക്കാം. 1 ടേബിൾ സ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് ഇതിനകത്തേക്ക് ചേർത്ത്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് പുരട്ടി 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. 1 മണിക്കൂറിന് ശേഷം 1/4 കപ്പ് എണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കും. ഇതാദ്യം ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചതിന് ശേഷം ഒരു സവാള, വലിയ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, 2 തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്. പിന്നെ ഇഞ്ചിക്കും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ. ഇത് പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ഇല്ലാത്തേക്ക് ഇപ്പോൾ ചേർത്തത് കൊണ്ട് ഇത് കറിയിലേക്ക് ചേർക്കുന്നില്ല. സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഇത്രയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഗരം മസാലയൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. 1/4 കപ്പ് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഈ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ട് ഈ ചിക്കൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഒക്കെ ചേർക്കുന്നത്, തക്കാളിയൊക്കെ ചേർക്കുന്നത്. തക്കാളി, സവാള എല്ലാം ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത്, വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. പുരട്ടിയ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് ഈ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി വരും. അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളി, ഇഞ്ചി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് എല്ലില്ലാത്ത പീസാണ്, ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. തൈരൊക്കെ ചേർക്കുമ്പോൾ ഈ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. ഇഞ്ചിയിലൊക്കെ നല്ലൊരു എരിവുണ്ട്, കുരുമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇതിൻ്റെ കളർ, ചിക്കൻ്റെ കളർ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. അതിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ളൊരു പാകത്തിനായിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ് ഈ ജിഞ്ചർ ചിക്കൻ റെഡിയായി കിട്ടുന്നത്. ഇത് അടച്ചു വെച്ച് കുറച്ചും കൂടെ ഒന്ന് ചിക്കനൊന്ന് കളർ മാറി ഒന്ന് വെള്ളമൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുമ്പോൾ ബാക്കിയിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം. വലിയൊരു സവാള ആയതുകൊണ്ട് 1 എണ്ണേ ചേർത്തിട്ടുള്ളൂ, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. സവാള, തക്കാളി, പച്ചമുളക് ഇത്രയാണ് ചേർക്കുന്നത്. കറിയെല്ലാം റെഡിയായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇഞ്ചിയും എല്ലാം ഇട്ടതാണ് ഇത് പുരട്ടിയെടുത്ത സമയത്ത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് മതിയാവും, ഇനി നേരത്തെ ഉപ്പിട്ടതുകൊണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് വേവുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വളരെ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇതിൻ്റെ മുകളിലൊന്ന് വിതറിയെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ കറിയാണ്. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് വന്ന വെള്ളത്തിലും ഈ സവാള, തക്കാളിയിൽ നിന്നൊക്കെ ഇനി കുറച്ചുകൂടെ ഒന്ന് വെള്ളം വന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുറുകി വരും.